അതുപോലെ മെന്റൽ ഹെൽത്ത്, മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന് വേണ്ടിയിട്ടും നമുക്ക് വെൽനസ് അത്യാവശ്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂഡ് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻസിനെ ഒക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് വെൽനസ് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇമോഷണൽ ഹെൽത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷൻസ് പ്രോപ്പർ വേയിൽ, ഹെൽത്തി വേയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, എങ്കിൽ മാത്രമല്ലേ നമുക്ക് സോഷ്യൽ കണക്ഷൻസ് ഹെൽത്തി വേയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെയുള്ള ഇമോഷണൽ ഹെൽത്തിന് വേണ്ടിയിട്ട് വെൽനസ് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ക്വാളിറ്റി ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് വളരെ അത്യാവശ്യമാണ് വെൽനസ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുസ് കൂട്ടാൻ, ആരോഗ്യകരമായിട്ട് നമുക്ക് കുറെ നാളുകൾ ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെൽനസ് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ് മാക്സിമൈസ് ചെയ്യുക, ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സന്തോഷം കണ്ടെത്താനായിട്ട്, നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വെൽനസ് വളരെ അത്യാവശ്യമാണ്. അത് പേഴ്സണലി ആൻഡ് പ്രൊഫഷണലി, എസ്പെഷ്യലി നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മളായിരിക്കും തന്നെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി, നമ്മൾ പേഴ്സണലി ആണെങ്കിലും പ്രൊഫഷണലി ആണെങ്കിലും നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന വഴി നമ്മളൊരു ഹെൽത്തി ആൻഡ് സാറ്റിസ്ഫൈഡ് ലൈഫാണ് നമ്മൾ ലീഡ് ചെയ്യുന്നത്. അതുപോലെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെൽനസ് അത്യാവശ്യമാണ്. റിക്കവറി ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി പലതരത്തിലുള്ള ഇഞ്ചുറീസ് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻ ആഫ്റ്റർ ഡിസീസസ്, ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ റിക്കവറി ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെൽനസ് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ പോസിറ്റീവായിട്ട് നമ്മളിൽ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ടും, മറ്റുള്ളവരെ പോസിറ്റീവ് ലൈഫ് സ്റ്റൈൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെൽനസ് അത്യാവശ്യമാണ്. ഇതിലൊക്കെ ഉപരി ഫൈനലി നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കഴിയുമ്പോൾ നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നേടാൻ വേണ്ടിയിട്ടും കൂടി നമുക്ക് വെൽനസ് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സോ നമ്മളൊരു ഡെയിലി ബേസിസിൽ കുറെ ഹെൽത്തി ഹാബിറ്റ്സ് പ്രാക്ടീസ് ചെയ്യണം. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ വെൽനസ് പ്രോഡക്ട്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു നല്ല ഡയറ്റ് എടുക്കുക, അതുപോലെ എക്സസൈസ്, ഇനഫ് സ്ലീപ്പ്, ഗുഡ് റിലേഷൻസ്, മെഡിറ്റേഷൻസ് പോലത്തുള്ള പ്രോഗ്രാംസ്, ഇതൊക്കെ നമ്മളൊരു ഡെയിലി ഹാബിറ്റ് ആയിട്ട് നമ്മളൊരു ഡെയിലി ബേസിസിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരേണ്ടതാണ്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ ആദ്യമേ നമ്മുടെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ എൻവയോൺമെന്റിൽ സംഭവിച്ചിരിക്കുന്ന വൈറൽ ഇൻഫെക്ഷൻസ് ആണ്. അപ്പൊ ശരിക്കും പറയാം, എന്താണ് ഈ വൈറൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്? ഒരു വൈറസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ചെറിയ ജേം ആണ്. അത് നമുക്ക് നമ്മുടെ നേക്കഡ് ഐ കൊണ്ട്, നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല, അണ്ടർ മൈക്രോസ്കോപ്പ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ബാക്ടീരിയൽ ഇൻഫെക്ഷനേക്കാളും കൂടുതൽ ഈ വൈറൽ ഇൻഫെക്ഷൻസിനെ പേടിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ പേടിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വൈറസസിനൊക്കെ സെൽസ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ സെൽസ് മറ്റുള്ള മെഷീനറീസ് ഒന്നും, അല്ലെങ്കിൽ മെഷീനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തിക്കാനുള്ള ഇത് ഉണ്ടാവില്ല. അപ്പൊ ഇതിനൊരു ഹോസ്റ്റ് അത്യാവശ്യമാണ്. അപ്പൊ നമ്മുടെ ബോഡിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഓർഗനും മെയ്ഡ് ഓഫ് സെൽസ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് നമ്മുടെ ബോഡിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള മറ്റു പല കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇത് ഫാസ്റ്റ് ആൻഡ് ഒരുപാട് സ്പീഡായിട്ടും, അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയാ നമ്പേഴ്സിൽ മൾട്ടിപ്ലൈ ആകും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ ഏറ്റവും കൂടുതൽ വൈറൽ ഇൻഫെക്ഷൻസിനെ പേടിക്കേണ്ട കാര്യമുള്ളത്. അപ്പൊ എന്തൊക്കെ ടൈപ്പ് ഓഫ് വൈറൽ ഇൻഫെക്ഷൻസ് ആണ് സാധാരണ ഉണ്ടാവാറുള്ളത്? ഒന്ന് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആണ്, അതുപോലെ ഡൈജസ്റ്റീവ് സിസ്റ്റമിന് ഇൻഫെക്ഷൻസ് ഉണ്ടാവും, വൈറൽ ഹെമറേജിക് ഫീവർ ഉണ്ടാവും, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, അതുപോലെ തന്നെ എക്സാന്തമാറ്റസ് ഇൻഫെക്ഷൻസ്, ന്യൂറോളജിക്കൽ ഇൻഫെക്ഷൻസ്, അതുപോലെ കൺജനിറ്റൽ ഇൻഫെക്ഷൻസ്. ഇപ്പൊ ജസ്റ്റ് ഒരു ഡീറ്റെയിൽ ഒന്ന് നോക്കാം. ഇപ്പൊ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ബ്രോങ്കൈറ്റിസ്, ലങ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള, ലങ്സ് മാത്രമല്ല ട്രക്കിയ, അപ്പൊ അത് മൂക്ക് തൊട്ട് തുടങ്ങുന്നതാണ്. നോസ്, നേസോഫാറിങ്സ്, ട്രക്കിയ, ലങ്സ്, പിന്നെ ബ്രോങ്കസ്, ബ്രോങ്കി, ആൽവിയോള, ഇങ്ങനെ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലുള്ള എല്ലാ ഭാഗങ്ങളെയും ഇത് എഫക്ട് ചെയ്യാം, വൈറസ് എഫക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ബ്രോങ്കൈറ്റിസ്, പിന്നെ ന്യൂമോണിയ, അതുപോലെ തന്നെ ഏറ്റവും നിസ്സാരമായിട്ട് എടുക്കണമെങ്കിൽ കോമൺ കോൾഡ്, പിന്നെ ഫ്ലൂ, പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ട് COVID-19, ഇതൊക്കെ നമുക്ക് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആണ്. പിന്നെ ഡൈജസ്റ്റീവ് ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റൊമക് ഫ്ലൂ ആയിട്ട് പറയും, അതിന്റെ പേരാണ്. സോ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് വൈറലുള്ള ഇൻഫെക്ഷൻസ്, പിന്നെ ലിവർ, എസ്പെഷ്യലി ലിവർ, ഹെപ്പറ്റൈറ്റിസ് റിലേറ്റഡ് ആയിട്ടുള്ളത്. സോ ഇതൊക്കെയാണ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ എഫക്ട് ചെയ്താലുള്ള അസുഖങ്ങൾ. അതുപോലെ വൈറൽ ഹെമറേജിക് ഫീവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലീഡിങ്സ് ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ മെയിൻലി ഇന്നിപ്പോ കണ്ടുവരുന്നതാണ് സിവിയർ ആയിട്ടുള്ള ഡെങ്കു ഫീവർ.
അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞ യെല്ലോ ഫീവർ, പിന്നെ എബോള വൈറസ്, ഇതൊക്കെയാണ് വൈറൽ ഹെമറേജിക് ഫീവേഴ്സ് ഇൻഫെക്ഷൻസിൽ വരുന്ന ഫീവേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ STI എന്ന് പറഞ്ഞ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എന്തൊക്കെയാണ്? ഒന്ന് HIV, അതുപോലെ തന്നെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെനിറ്റൽ ഏരിയ എന്ന് വെച്ചാൽ പ്രൈവറ്റ് പാർട്സിൽ വരുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് അത്. അതുപോലെ തന്നെയാണ് ജെനിറ്റൽ ഹെർപ്പിസ് എന്ന് പറയുന്നത് ചിക്കൻ പോക്സ് പോലെ പ്രൈവറ്റ് പാർട്സിലൊക്കെ വരുന്നത് ഒരു ഇൻഫെക്ഷൻ ആണ്. അതുപോലെ തന്നെ മാരകമായതാണ് HIV പോലെ തന്നെ മാരകമായതാണ് HPSAG വൈറസ്. പിന്നെ എക്സാന്തമാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് വൈറൽ ഇൻഫെക്ഷൻസ്. ചിക്കൻ പോക്സ്, മീസൽസ്, റുബെല്ല, എൻപോക്സ് പോലത്തെ സ്കിന്നിൽ ഉണ്ടാവുന്ന വൈറൽ ഇൻഫെക്ഷൻസ്. പിന്നെ ന്യൂറോളജിക്കൽ ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിന്റെ കവറിങ്ങിന് ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ്, എൻകെഫലൈറ്റിസ്, മെനിഞ്ചൈറ്റിസ്, പിന്നെ അതുപോലെ തന്നെ പോളിയോ, അതും ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. പിന്നെ റേബിസ് എന്ന് പറഞ്ഞാൽ പട്ടി കടിച്ചാൽ ഉണ്ടാവുന്നത്. ഇങ്ങനത്തെ വൈറൽ ഇൻഫെക്ഷൻസ് ന്യൂറോളജിക്കൽ റിലേറ്റഡ് ആയിട്ട് സംഭവിക്കാം. പിന്നെ കൺജനിറ്റൽ എന്ന് പറയുന്നത് ജർമ്മന കിട്ടുന്നതാണ്. അത് റുബെല്ല, പിന്നെ സൈറ്റോമെഗാലോ വൈറസ്, സിക്ക വൈറസ് പോലത്തെ പല തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ട്. അപ്പൊ ആർക്കൊക്കെയാണ് ഇത് കൂടുതൽ എഫക്ട് ചെയ്തത് എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ പറയുന്നത് 5 വയസ്സിനും താഴെയും 65 വയസ്സിന് മുകളിലുള്ളവർക്ക് കൂടുതലും. കാരണം അവര് എന്താ പറയാ, കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ആഫ്റ്റർ 65 ഇവരൊക്കെ എന്താ പറയാ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് ചില ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ളവർ, ലൈക്ക് ഡയബറ്റീസ് ഉള്ളവർക്ക്, ആസ്തമ അല്ലെങ്കിൽ COPD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോണിക് ആയിട്ടുള്ള ലങ്സിന്റെ ഇൻഫെക്ഷൻസ് ആണ്. ഇങ്ങനെയൊക്കെ ഉള്ളവർക്കും പെട്ടെന്ന് വൈറൽ ഇൻഫെക്ഷൻസ് പിടിക്കും. പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആയിട്ടുള്ളവർക്ക് വൈറൽ ഇൻഫെക്ഷൻസ് പിടിക്കും. ഫോർ എക്സാമ്പിൾ HIV ഉള്ളവർക്ക്, അല്ലെങ്കിൽ ക്യാൻസർ ഉള്ളവർക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്മ്യൂണോ സപ്രസീവ് മെഡിക്കേഷൻസ്, മരുന്നുകളൊക്കെ ലൈക്ക് സ്റ്റിറോയിഡ്സ്, ഇമ്മ്യൂണോഗ്ലോബുലിൻസ്, ഇങ്ങനത്തെയൊക്കെ മെഡിക്കേഷൻസ് എടുക്കുന്നവർക്കും ഇമ്മ്യൂണിറ്റി പവർ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് പിടിക്കാം. അതുപോലെ പ്രഗ്നന്റ് വുമൻസിന് പെട്ടെന്ന് വൈറൽ ഇൻഫെക്ഷൻസ് വരാം. ഇതിന്റെയൊക്കെ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഏക്ക്, ക്ഷീണം, സോർ ത്രോട്ട്, ത്രോട്ട് ഇൻഫെക്ഷൻസ്, കോഫ്, അതുപോലെ തന്നെ തുമ്മല്, പിന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം റിലേറ്റഡ് ആണെങ്കിൽ ഛർദിക്കാൻ വരിക, നോസിയ, ഛർദില് അല്ലെങ്കിൽ ഡയേറിയ, പിന്നെ സ്കിന്നില് റാഷസ്, അതുപോലെ തന്നെ ബ്ലിസ്റ്റേഴ്സ് പോലെ എന്തെങ്കിലും വരിക, ഇതൊക്കെയായിരിക്കും സിംറ്റംസ് ഒക്കെ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് വൈറൽ ഇൻഫെക്ഷൻസ് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നത്? ഒന്ന് മറ്റുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നും നമുക്ക് കിട്ടും. എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ അടുത്തിരിക്കുമ്പം അവർ ചുമയ്ക്കുകയോ തുമ്മുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെ അവരുമായിട്ട് ക്ലോസ് കോൺടാക്ട് ഉണ്ടെങ്കിൽ ഇത് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ വൈറൽ ഇൻഫെക്ഷൻസ് വന്നിട്ടുള്ളവര് തൊടുന്ന സർഫേസസ് അല്ലെങ്കിൽ അവർ തൊടുന്ന എന്തെങ്കിലും ഓബ്ജക്ട്സ്, എന്തെങ്കിലും സാധനങ്ങൾ, അതിലൊക്കെ നമ്മൾ തൊട്ട് കഴിഞ്ഞാലും നമുക്ക് ഈ വൈറൽ ഇൻഫെക്ഷൻസ് നമ്മൾ പിന്നീട് സാനിറ്റൈസ് ചെയ്യാതെ നമ്മുടെ ആ കൈ വായിലോട്ടോ മൂക്കിനോടെയോ ഒക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പെട്ടെന്ന് അത് കിട്ടും. ഫോർ എക്സാമ്പിൾ ഈ ടേബിൾ ടോപ്പ് അല്ലെങ്കിൽ ഡോർ നോബ്സ്, ഇങ്ങനെയൊക്കെ ഫോൺസ്, ഇതൊക്കെ വൈറൽ ഇൻഫെക്ഷൻ വന്നവര് അവരുമായിട്ട് കോൺടാക്ട് ഉള്ള ഒബ്ജക്ട്സ് അല്ലെങ്കിൽ പ്ലേസസ് നമ്മൾ ടച്ച് ചെയ്യാൻ എന്തെങ്കിലും ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അനിമൽസിന്റെ അല്ലെങ്കിൽ കൊതുകിന്റെ കടിയിൽ നിന്ന് നമുക്ക് സംഭവിക്കാം. പിന്നെ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടറിൽ നിന്ന് നമുക്ക് വൈറൽ ഇൻഫെക്ഷൻസ് കിട്ടാം. അപ്പം ഇത് കണ്ടേജിയസ് ആണോ എന്ന് ചോദിച്ചു, എന്ന് പറഞ്ഞാൽ പകരുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊക്കെ പകരുന്നതാണ്. അപ്പൊ ഇതിനു വേണ്ടി ഇൻവെസ്റ്റിഗേഷൻസ് എന്തൊക്കെയാ ചെയ്യുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് ആയിരിക്കും, നമ്മുടെ സലൈവ, നമ്മുടെ സ്പൂട്ടം, കഫം അല്ലെങ്കിൽ സലൈവ, പിന്നെ മൂക്കിൽ നിന്നും നളിനീസോഫാനസിൽ നിന്നും എടുക്കുന്ന സ്വാബ്, അതുപോലെ സ്കിൻ ഇൻഫെക്ഷൻസ് ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് ബയോപ്സി പോലെ, അല്ലെങ്കിൽ ബ്രെയിൻ ഇൻഫെക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന നടുവിനോട് ഫ്ലൂയിഡ് കുത്തിയെടുക്കുന്നത്, പിന്നെ യൂറിന്, മോഷൻസ്, അതുപോലെ ലേഡീസിന് പാപ്സ്ഫിയർ, ഇങ്ങനത്തെ പല തരത്തിലുള്ള ടെസ്റ്റുകളായിരിക്കും ചെയ്യുന്നത്. ഇനിയിപ്പോ നമ്മൾ മനസ്സിലാക്കി അല്ലെ, നമ്മൾ എന്താണ് വൈറൽ ഇൻഫെക്ഷൻ എന്ന് മനസ്സിലാക്കി, എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നും. അപ്പൊ അത് കാരണം ഇനിയിപ്പോ നമ്മൾ അറിയേണ്ടത് എന്താണ്, ഇതിനെ എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് അതാണ്, എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആദ്യം ചിന്തിക്കുന്നത്. ഇൻ കേസ് ഇനി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ എടുക്കാം?
എന്തായാലും അലോപ്പതി മെഡിസിൻസ് ഉണ്ടാവും. അതിനോടൊപ്പം നമുക്ക് എന്തൊക്കെ സപ്ലിമെന്റ്സ് നമുക്ക് എടുക്കാൻ പറ്റും പ്രിവെൻഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തെറപ്പിറ്റിക് ആയിട്ടും. ഇനി അതുപോലെ തന്നെ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് കോൺടാക്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് എന്ത് സജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം ആദ്യമേ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പ്രോട്ടീൻസ് തന്നെയാണ്. കാരണം പ്രോട്ടീൻസ് നമുക്ക് അത്യാവശ്യം അമൈനോ ആസിഡ്സ്, എസെൻഷ്യൽ ആയിട്ടുള്ള അമൈനോ ആസിഡ്സ് നമുക്ക് നൽകുന്നുണ്ട്. നമുക്കറിയാം, നമുക്ക് അമൈനോ ആസിഡ്സ് എന്ന് പറയുമ്പോൾ എസെൻഷ്യലും നോൺ എസെൻഷ്യലും ഉണ്ട്. അപ്പൊ ഈ എസെൻഷ്യൽ എന്നതിന്റെ പേര് വരാൻ കാരണം നമ്മുടെ ബോഡി ഇത് പ്രൊഡ്യൂസ് ചെയ്തില്ലാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പൊ നമുക്കത് സപ്ലിമെന്റ് രൂപത്തിൽ തന്നെ വേണം ഈ പ്രോട്ടീൻസ്, ഈ എസെൻഷ്യൽ അമൈനോ ആസിഡ്സ് നമ്മുടെ ബോഡിക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് പറയാൻ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു വൈറൽ ഇൻഫെക്ഷൻസ് ഏറ്റവും കൂടുതൽ വരുന്നത് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കുറവായിട്ടുള്ള ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഇത് വരുന്നത്. കാരണം പല ഹെൽത്ത് കണ്ടീഷൻസ് കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെടും. ഇപ്പൊ ഡയബറ്റീസ് അല്ലെങ്കിൽ എന്താ പറയാ മറ്റു പല ലങ് ഡിസീസസ്, ഹാർട്ട് ഡിസീസസ്, ഇതൊക്കെ ഉള്ളവർക്ക് ഇമ്മ്യൂണിറ്റി തീരെ കുറവായിരിക്കും. സോ അങ്ങനെയുള്ളവർക്ക് ഇത് ഏറ്റവും പെട്ടെന്നായിരിക്കും പിടിക്കപ്പെടുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ കമ്പനി തരുന്ന പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത്. അപ്പൊ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻസ് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ മസിലിന്റെ വീക്ക്നെസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യമാണ്. പിന്നെ ചർമ്മത്തിന്, അതുപോലെ മുടിക്ക്, നഖത്തിന്, ഇതിന്റെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാതിരിക്കാനും ഇനി വന്നാൽ അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ അത്യാവശ്യമാണ്. അതിലുപരി ബോൺസിന്റെ ഫ്രാക്ചേഴ്സ്, കാരണം ബോൺ ഡെൻസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോട്ടീൻസും ചില വൈറ്റമിൻസും ആണ്. അപ്പൊ അതിന്റെ പേരിൽ നമ്മുടെ ബോണിന്റെ ഡെൻസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ, സോ ബോൺ ഫ്രാക്ചേഴ്സ് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് പ്രോട്ടീൻ പൗഡർ വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ സെൽസ് മെയിൻറ്റെയിൻ ചെയ്യാൻ, സെൽസിന്റെ ആരോഗ്യം മെയിൻറ്റെയിൻ, സെൽസിന്റെയും ടിഷ്യൂസിന്റെ ഒക്കെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാനും എന്തെങ്കിലും കേടുപാടുകളൊക്കെ വന്നാൽ, എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യാനായിട്ടും നമുക്ക് പ്രോട്ടീൻസ് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് എനർജി തരുന്ന ഏറ്റവും നല്ല ഒരു സോഴ്സ് ആണ് നമ്മുടെ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ കമ്പനി 3 തരത്തിലുള്ള പ്രോട്ടീൻസ് തന്നിട്ടുണ്ട്. അഡൽട്സിനും കുട്ടികൾക്കുമായിട്ട് ടോട്ടലി 3 തരത്തിലുള്ള പ്രോട്ടീൻസ് തന്നിട്ടുണ്ട്. ഒന്ന് ഓൾ പ്ലാൻ പ്രോട്ടീൻ പൗഡർ ആണ്, 2 പ്രോട്ടീൻ ക്രസ്റ്റ്, അതുപോലെ തന്നെ സ്ട്രോങ് ആൻഡ് സ്മാർട്ട്. അപ്പൊ കുട്ടികൾക്ക് നമുക്ക് സ്ട്രോങ് ആൻഡ് സ്മാർട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അബോവ് 70 ഇയേഴ്സ് ഓഫ് ഏജ് ഉള്ള ആൾക്കാർക്ക്, ഡൈജഷന് ഇഷ്യൂ ഉള്ളവർക്കൊക്കെ നമുക്ക് ഈ പറഞ്ഞ കൂട്ട് സ്ട്രോങ് ആൻഡ് സ്മാർട്ട് കൊടുക്കാൻ പറ്റും. അല്ലാതെ ഓൾ പ്ലാൻ പ്രോട്ടീൻ പൗഡർ നമുക്ക് അബോവ് 30 ഇയേഴ്സ് ഉള്ളവർക്ക് കൊടുക്കാം. പിന്നെ ചില കണ്ടീഷൻസ് അനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുന്നു. കാരണം ബിലോ 30 നമ്മൾ പറയുന്നത് പ്രോട്ടീൻ ഫസ്റ്റ് എന്നും, അബോവ് 30 പ്രോട്ടീൻ ഓൾ പ്ലാൻ പ്രോട്ടീൻ പൗഡർ ആണ്. കാരണം ഈ ഓൾ പ്ലാൻ പ്രോട്ടീൻ പൗഡർ ഈസിലി ഡൈജസ്റ്റബിൾ ആണ്. അതുപോലെ തന്നെ അത് വാട്ടർ സോല്യൂബിൾ പ്രോട്ടീനും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് കൊടുക്കാനായിട്ട് പറ്റും. പക്ഷെ ചില കണ്ടീഷൻസ് കാരണം നമുക്ക് ചില കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്കിപ്പം ലീൻ മാസ്, മസിൽ കുറവുള്ള കുട്ടികൾ, അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ നമുക്ക് ഈ ഓൾ പ്ലാൻ പ്രോട്ടീൻ സജസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ആ ഒരു നമ്മുടെ കസ്റ്റമേഴ്സിന്റെ കണ്ടീഷൻസ് അസസ് ചെയ്തിട്ട് വേണം നമ്മൾ സജസ്റ്റ് ചെയ്യാനായിട്ട്. എങ്ങനെ പോയാലും നമുക്ക് പ്രോട്ടീൻസ് നമ്മുടെ ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ്, വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റും കൂടിയാണ്. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഫ്ലാക്സ് ഓയിൽ ആണ്. ഫ്ലാക്സ് ഓയിൽ നമുക്കറിയാം, അത് നമുക്ക് ഒമേഗ 3, 6 and 9 ഫാറ്റി ആസിഡ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഫ്ലാക്സ് ഓയിൽ. പ്ലാന്റ് ബേസ്ഡ് ആണ്, കാരണം അതിന്റെ ഫ്ലാക്സ് സീഡിന്റെ ഓയിലാണ് നമ്മുടെ ഫ്ലാക്സ് ഓയിൽ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഹാർട്ടിന്റെയും ബ്രെയിനിന്റെയും ആരോഗ്യത്തിന് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കുകയും ഗുഡ് കൊളസ്ട്രോളിന്റെ കൂട്ടുകയും ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലാക്സ് ഓയിൽ വളരെ അത്യാവശ്യമാണ്. പിന്നെ സ്കിന്നിന്റെയും ഹെയർ നെയിൽസിന്റെയും ആരോഗ്യത്തിനും നമ്മുടെ ജോയിന്റ്സിനെ ഒക്കെ ആരോഗ്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഏജിങ്ങിന്റെ എഫക്ട്സിൽ നിന്നും പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലാക്സ് ഓയിൽ വളരെ അത്യാവശ്യമാണ്. എസ്പെഷ്യലി വുമൻസ് ഹെൽത്തിന് വളരെ അത്യാവശ്യമാണ് ഒമേഗ 3, 6 and ഫാറ്റി ആസിഡ്സ്. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. പ്രോട്ടീൻസ് നമ്മുടെ സെൽസിന്റെ റിപ്പയർസ് ചെയ്യുന്നത് പോലെ തന്നെ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. സോ അതിന് എനിക്ക് തോന്നുന്നു നമ്മുടെ കമ്പനിയുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നോനി തന്നെയാണ്. സോ നോനി വിത്ത് കൊക്കുമാണ്, വിത്ത് കൊക്കും ഫ്രൂട്ട് ആണ്. സോ നോനി എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യുന്നത് നമ്മുടെ ബോഡിനെ ഡീടോക്സിഫൈ ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസിനെ ഫ്ലഷ് ഔട്ട് ചെയ്യാനായിട്ട്
നമ്മുടെ കിഡ്നീസിനെയും ലിവറിനെയും ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ല ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ നോണി ഫ്രൂട്ട് എന്ന് പറയുന്നത്. അതിനോടൊപ്പം കൊക്കും ഫ്രൂട്ടും കൂടി ഇതിന് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം നോണിയുടെ സോർ ടേസ്റ്റിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊക്കും ഫ്രൂട്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കൊക്കും ഫ്രൂട്ടിൽ നമുക്കറിയാം അതൊരു ബെറി ആയതുകൊണ്ട് തന്നെ, ബെറി ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരുപാട് വൈറ്റമിൻസ് അവൈലബിൾ ആണ്. അപ്പൊ തന്നെയല്ല, നോണി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഉള്ള ന്യൂട്രിയൻസിന്, അല്ലെങ്കിൽ നമ്മുടെ ഫുഡിൽ കൂടെയോ അല്ലെങ്കിൽ സപ്ലിമെന്റ്സ് വഴിയോ കിട്ടുന്ന ന്യൂട്രിയൻസിനെ ബോഡിയിൽ അബ്സോർബ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോണി ഫ്രൂട്ട് വളരെ സെല്ലുലാർ ലെവലിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അതുപോലെ ഓവറോൾ എനർജി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോണി വളരെ ഹെൽപ്ഫുൾ ആണ്. ഇതിനകത്ത് ഒരുപാട് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് കൂടി ഉള്ളത് കൊണ്ട് ഇത് സെൽസിന്റെ പ്രൊട്ടക്ഷന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. അതുപോലെ നമ്മുടെ ബോഡി ആൻഡ് മൈൻഡിനെ റിജുവനേറ്റ് ചെയ്യാനായിട്ട്, അതുകൊണ്ട് റസായന എന്ന് പറയും. സോ ബോഡി ആൻഡ് മൈൻഡിനെ റിജുവനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നോണി ജ്യൂസ് വളരെ നല്ല ഒരു പ്രോഡക്റ്റ് ആണ്. ഒരു ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ് നമ്മുടെ നോണി ജ്യൂസ് അല്ലെങ്കിൽ നോണി ടാബ്ലറ്റ് എന്ന് പറയുന്നത്. അടുത്തത് തുളസിയാണ്. അപ്പൊ തുളസി ഇതുപോലെ തന്നെ നമ്മുടെ ഓവറോൾ ഇമ്മ്യൂണിറ്റി ആൻഡ് വെൽബീയിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പൊ ഇത് മെയിൻലി പറയുന്നത് ഇത് ആന്റി അലർജിക് ആൻഡ് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ള ഒരു ഹേർബ് ആണ് ഈ തുളസി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും, നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ പലതരത്തിലുള്ള തുളസീസ് അവൈലബിൾ ആണ്. അപ്പൊ തുളസി മെയിൻലി ഫോർ ആന്റി, നമ്മളൊക്കെ നേരിട്ട് കഴിക്കാൻ അല്ലെങ്കിൽ പരക്കാനൊക്കെ പറ്റുന്ന ഒരു ഹേർബാണ് ഈ തുളസി എന്ന് പറയുന്നത്. അപ്പൊ ഇത് എസ്പെഷ്യലി ഫോർ റെസ്പിറേറ്ററി പ്രോബ്ലമിന് വളരെ ഹെൽപ്പ് ആണ്. കാരണം ആന്റി അലർജിക് പ്രോപ്പർട്ടീസ് ഇതിനകത്തുള്ളത് കൊണ്ട് തന്നെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ചുമ, അതുപോലെ തന്നെ ഇൻഡൈജഷൻ പ്രശ്നത്തിന് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും. നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ ചെറിയ ഇൻഫെക്ഷൻസ് ഒക്കെ, ബാക്ടീരിയൽ ആയാലും വൈറൽ ആയാലും ഇൻഫെക്ഷൻസിനെ ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. അടുത്തതെന്ന് പറയുന്നത് ആംലയാണ്. ആംലയില് നമുക്കറിയാം ഒരുപാട് വൈറ്റമിൻ സി കണ്ടൻസ് കൂടുതലുള്ളതാണ് ആംലയില്. ആംല എന്ന് പറഞ്ഞാൽ നെല്ലിക്ക, അതുപോലെ തന്നെ ആംലയില് അമൈനോ ആസിഡ്സും വളരെ അധികമായിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ നഖത്തിന്റെയും ചർമ്മത്തിന്റെയും ഒക്കെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഡയബറ്റിക് പീപ്പിള് ഈ ആംല കഴിക്കുവാണെന്നുണ്ടെങ്കിൽ അവരുടെ ഷുഗർ ലെവൽസ് നോർമൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അയൺ ആൻഡ് ഫോളിക് ആസിഡ് ആണ്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇത്രയും അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ കൂടുതൽ കണ്ടുവരുന്നത് ഡെങ്കു ഫീവർ ആണ്. അപ്പൊ ഡെങ്കു ഫീവറിന്റെ ഒരു സൈഡ് എഫക്ട് എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുക എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഈ അയൺ ആൻഡ് ഫോളിക് ആസിഡ് സജസ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ നമ്മൾ എടുക്കുകയും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പ്രിവെന്റ് ചെയ്യാനായിട്ടും പറ്റും, അത് നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ടും പറ്റും. കാരണം ഈ അയൺ ആൻഡ് ഫോളിക് ആസിഡിൽ കൂടുതലും വൈറ്റമിൻ B12 ഉണ്ട്. കാരണം കൊബാലമിൻ എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ ആണ് ഈ B12 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് സ്പിനാച്ച് എന്ന് പറഞ്ഞാൽ പാലക്കും അതുപോലെ ബീറ്റ്റൂട്ടിന്റെ എക്സ്ട്രാക്ട് ആയതുകൊണ്ട് ഇത് കൂടുതൽ ബ്ലഡ് ഫോർമേഷനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. കാരണം ബ്ലഡ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിൽ RBCs എന്ന് പറഞ്ഞാൽ റെഡ് ബ്ലഡ് സെൽസിന്റെ കൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. കാരണം റെഡ് ബ്ലഡ് സെൽസിന്റെ കൗണ്ട് നോർമൽ ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് HB നോർമൽ ആയിട്ട് ഇരിക്കുകയുള്ളൂ. കാരണം നമുക്കറിയാലോ RBCസിലാണ്, റെഡ് ബ്ലഡ് സെൽസിലാണ് ഒരു പ്രോട്ടീൻ ആണ് ഈ HB എന്ന് പറയുന്നത്, അങ്ങനെ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹീമോഗ്ലോബിൻ നോർമൽ ലെവൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ശരീരത്തിലുടനീളം നമുക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയുള്ളൂ. സോ നമുക്ക് HB കൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ RBC കൗണ്ട് നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഒക്കെ നോർമലായിട്ട് ഇരുത്താനായിട്ടൊക്കെ നമുക്ക് ഈ അയൺ ആൻഡ് ഫോളിക് ആസിഡ് സജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ക്ഷീണം കുറയ്ക്കാൻ വേണ്ടിയിട്ടും ബ്രെയിനിന്റെ ഫംഗ്ഷൻ നോർമൽ ഫംഗ്ഷന് വേണ്ടിയിട്ട് അയൺ ആൻഡ് ഫോളിക് ആസിഡ് സജസ്റ്റ് ചെയ്യും. നെക്സ്റ്റ് ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ആയുർവേദത്തിൽ തന്നെ അമൃത് എന്നാണ് പറയുന്നത്. അമൃതം എന്നാണ് പറയുന്നത്. ആയുർവേദത്തിൽ തന്നെ അമൃതം എന്നാണ് പറയുന്നത്. പേര് വിളിച്ച് തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ചിറ്റമൃതാണ് എന്ന് പറഞ്ഞാൽ ജിലോയ്.
സോ ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ആരോഗ്യത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചിറ്റപ്പത്ത് വളരെ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ജോയിന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെയൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ സ്കിന്നിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് ക്രോണിക് ആയിട്ട് പനിയുള്ളവർക്ക് അല്ലെങ്കിൽ ക്രോണിക് ആയിട്ട് ഒരുപാട് നാളുകളായിട്ട് പനിയോ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉള്ളവർക്ക് നമുക്ക് ധൈര്യമായിട്ട് ഈ ഒരു ജിലോയ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റും. അത്രയും നല്ല ഒരു പ്രോഡക്റ്റ് ആണ്. ഇതെല്ലാ ഇൻഫെക്ഷൻസിന് അഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഈ ജിലോയ് എന്ന് പറയുന്നത്. സോ ജിലോയ് നമുക്ക് സജസ്റ്റ് ചെയ്യുകയും നമുക്ക് എടുക്കുകയും ചെയ്യാൻ പറ്റും. അടുത്തത് അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ചവനപ്രാഷ് എന്ന് പറയുന്നത്. 40ഓളം ഹെർബ്സിന്റെ എക്സ്ട്രാക്ട് ആണ് ഈ നമ്മുടെ ചവനപ്രാഷിലുള്ളത്. അപ്പം നമുക്കറിയാം, നമുക്ക് പുറത്തുള്ള ചവനപ്രാഷ് എന്നൊക്കെ പറഞ്ഞാൽ ട്രഡീഷണലി കിട്ടുന്നത് നമുക്ക് കൂടുതൽ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഫോർ ഡയബറ്റിക് പീപ്പിൾ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അതിനകത്ത് യൂസ് ചെയ്യുന്ന എല്ലാം എനിക്ക് തോന്നുന്ന ആഡഡ് ഷുഗേഴ്സ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു ചവനപ്രാഷ് ആണ്. സോ നമുക്ക് ഈവൻ ഡയബറ്റിക് പീപ്പിളിന് വരയ്ക്കും എടുത്തു കഴിഞ്ഞാൽ പ്രിവെന്റ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ചവൻപ്രാഷ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉണ്ട്. കാരണം പല തരത്തിലുള്ള ഹെർബ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ആന്റി ഓക്സിഡൻസ് ഒരുപാടുണ്ട്. ഇത് ഇമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ ലിവറിന്റെ ആരോഗ്യത്തിന്, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ്. കാരണം ലിവർ ഇഷ്യൂസ് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. പിന്നെ റെസ്പിറേറ്ററി പ്രോബ്ലംസിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. നമുക്ക് നല്ല ആരോഗ്യം തരാനായിട്ട്, എനർജി തരാനായിട്ട് വളരെ നല്ല ഒരു പ്രോഡക്റ്റ് ആണ്. അതുപോലെ ഹാർട്ടിന്റെ ഹെൽത്തിന് ഇത് നല്ലൊരു പ്രോഡക്റ്റ്. അടുത്തതെന്ന് പറയുന്നത് വൈറ്റമിൻ സി ആണ്. നമ്മൾ ആംല ഡിസ്കസ് ചെയ്തു. ആംല ഒൺലി നെല്ലിക്കയാണ്. പക്ഷെ വൈറ്റമിൻ സി പല ഫ്രൂട്ട്സിൽ നിന്നും, സിട്രസ് ഫ്രൂട്ട്സിൽ നിന്നും, പുളിയുള്ള ഫ്രൂട്ട്സിൽ നിന്നും എടുക്കുന്ന എക്സ്ട്രാക്ട് ആണ് നമ്മുടെ ഈ വൈറ്റമിൻ സി പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇതും സെയിം അതുപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള ചർമ്മത്തിന് വേണ്ടിയിട്ട് മെയിൻലി വൈറ്റമിൻ സിയുടെ ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മൾ എടുത്ത ഫുഡിൽ നിന്നോ അല്ലെങ്കിൽ സപ്ലിമെന്റ്സ് രൂപത്തിൽ നമ്മൾ എടുക്കുന്ന അയണും കാൽഷ്യം നമ്മുടെ ബ്ലഡിൽ പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് മസ്റ്റായിട്ടും വൈറ്റമിൻ സി അത്യാവശ്യമാണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നെങ്കിൽ വൈറ്റമിൻ സി അല്ലെങ്കിൽ നെല്ലിക്ക യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഇത് കൊലാജൻ ഫോർമേഷൻ വേണ്ടി. കാരണം എന്തെങ്കിലും മുറിവുകളൊക്കെ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് അവിടുത്തെ ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊലാജൻ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. സോ ആ കൊലാജൻ ഫോർമേഷന് വേണ്ടിയിട്ട് നമുക്ക് വൈറ്റമിൻ സി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് വെസൽസ് എന്ന് പറഞ്ഞാൽ രക്തനാളങ്ങളുടെയൊക്കെ ഭിത്തികളൊക്കെ ആരോഗ്യകരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക്, കാരണം ബ്ലഡ് വെസൽസിന്റെ ഒക്കെ ആ ഒരു ഭിത്തികളൊക്കെ എന്തെങ്കിലും ഇഞ്ചുറി ഒക്കെ പറ്റി അത് വീക്കായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഞ്ചുറീസ് പറ്റാനായിട്ട് എളുപ്പമാണ്. അപ്പൊ അതുവഴി ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യത കൂടുതലാണ്. സോ അത് കാരണം തന്നെ നമുക്ക് ഈ കൊലാജിന് വേണ്ടിയിട്ട് നമുക്ക് വൈറ്റമിൻ സി വളരെ അത്യാവശ്യമാണ്. പിന്നെ നമ്മുടെ പല്ലിന്റെയും എല്ലിന്റെയും ഒക്കെ വേസ്റ്റ് ഫോർമേഷന് ഈ കൊലാജിൻ വളരെ ഇമ്പോർട്ടൻറ്റ്. സോ അത് കാരണം തന്നെ നമ്മൾ കൊലാജിൻ ഫോർമേഷന് വേണ്ടിയിട്ട് നമുക്ക് വൈറ്റമിൻ സി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ മെമ്മറി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും തിങ്കിങ് പവർ കൂട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് വൈറ്റമിൻ സി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അടുത്തത് ഗാർലിക് പേൾസ് ആണ്. ഇത് ഈ പറഞ്ഞതിന്റെ കൂടെ നല്ലൊരു പറയാ ഫാന്റാസ്റ്റിക് പ്രോഡക്റ്റ് ആണ്. ഈ അലർജിക് പ്രോബ്ലം ഉള്ളവരൊക്കെ ഇതൊക്കെ എടുക്കുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ കാലാവസ്ഥയിൽ ഈ ഗാർലിക് ഒക്കെ എടുക്കുന്നത് വളരെ അത്യാവശ്യം തന്നെയാണ്. കാരണം അതിൽ ആന്റി മൈക്രോബിയലും ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് വളരെ അധികം ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഗാർലിക് പേൾസ് എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി. സാധാരണ വെളുത്തുള്ളി ചിലരൊക്കെ നാച്ചുറലി കഴിക്കാറുണ്ട്. പക്ഷെ അപ്പൊ സംഭവിക്കുന്ന വെച്ചാൽ തികട്ടുമ്പോ അതിന്റെ ഒരു സ്മെൽ വരികയോ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സോൾട്ട്, അതിന്റെ ഒരു ടേസ്റ്റ് പറഞ്ഞ എല്ലാവർക്കും നാച്ചുറലി കഴിക്കാൻ പറ്റില്ല. സോ അങ്ങനെയുള്ളവർക്ക് ഇത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. നമുക്ക് ഗാർലിക് പേൾസ് എടുക്കാം. കാരണം ഇത് വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അബ്സോർബ് ചെയ്ത് പോകുന്നതാണ്. പിന്നെ നമുക്ക് തിരിച്ച് അങ്ങനെ തികട്ടില്ലോ അല്ലെങ്കിൽ ഒരു ബാഡ് സ്മെല്ല് നമ്മുടെ വായിലോട്ട് വരികയോ അതിന്റെ ആ ഒരു സ്മെൽ വരിക അങ്ങനത്തെ ഒന്നും സംഭവിക്കില്ല. അപ്പൊ ഇത് മെയിൻലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉണ്ട്, ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഇങ്ങനത്തെ മൈക്രോബിയൽ ഇൻഫെക്ഷൻസ്, വൈറൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിൽ നമുക്ക് വളരെ നല്ലതായിട്ടുള്ള ഒരു പ്രിവെൻഷൻ കിട്ടും.
ഹീലിങ്ങിന് വളരെ അത്യാവശ്യമാണ്. എന്ത് ടൈപ്പ് ഓഫ് ഹീലിംഗ് അല്ലെ, എന്ത് അസുഖം, നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറീസ് ലൈക്ക് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഹീൽ ചെയ്യാൻ വേണ്ടി അത് പെട്ടെന്ന് നമുക്ക് ആ പ്രശ്നം മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ നമ്മുടെ ബോഡിയുടെ സ്ട്രെങ്ത്തും എനർജി കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇതെന്താ പറയുക, ആന്റി അലർജിക് പ്രോപ്പർട്ടിയും കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കോൾഡിന് എന്ന് പറഞ്ഞാൽ ജലദോഷത്തിന്, പിന്നെ ചുമയ്ക്ക്, ടൂവ്, അലർജീസ്, എന്ത് ടൈപ്പ് ഓഫ് അലർജീസ് ആയാലും ഉണ്ടെങ്കിൽ, ഇപ്പം അലർജീസ് എന്ന് പറയുമ്പോൾ റെസ്പിറേറ്ററി റിലേറ്റഡ് മാത്രമല്ല എന്ന് പറഞ്ഞാൽ ചുമ അങ്ങനത്തെ മാത്രമല്ല, തുമ്മൽ മാത്രമല്ല, നമ്മുടെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള അലർജീസും ഇത് വളരെ അത്യാവശ്യമാണ്. പിന്നെ LDL എന്ന് പറഞ്ഞാൽ ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കാനും ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാൻ ചാൻസസ് ഉള്ളതാണ് ഈ കൂടുതൽ ട്രൈഗ്ലിസറൈഡ്സ് കൂടുതലുണ്ടെങ്കിൽ. സോ അതിന്റെയൊക്കെ കുറയ്ക്കാനായിട്ടും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടറീസ്, ഈ പറഞ്ഞ രക്തനാളങ്ങളിലൊക്കെ അടിഞ്ഞുകൂടുന്ന വേസ്റ്റുകളെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം ഈ വേസ്റ്റുകളൊക്കെ അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ അറ്റാക്സും സ്ട്രോക്സും ഉണ്ടാവാൻ വളരെ ചാൻസസ് കൂടുതലാണ്. ഈ അറ്റാക്സ് സ്ട്രോക്സ് ഒക്കെ ഉണ്ടാകുന്നത് ഇങ്ങനത്തെ പ്ലേറ്റ് ഫോർമേഷൻ, അതുപോലെ ബ്ലഡ് ക്ലോട്ട് ആവുമ്പോഴത്തേക്കും അതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഗാർലിക് വളരെ ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഡൈജഷന്, നമ്മുടെ ഗട്ട് ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഗാർലിക്. സോ അടുത്ത ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പുതിന വിത്ത് തുളസിയാണ്. ഇതും വളരെ നല്ല ഒരു പ്രോഡക്റ്റ് ആണ്. ജെർമിസൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റിവൈറൽ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻസിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് പുതിന തുളസി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ തന്നെ ആന്റിബയോട്ടിക് പ്രോപ്പർട്ടീസ് ഈ പുതിന വിത്ത് തുളസിക്കുണ്ട്. പുതിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, അതുപോലെ തുളസി, ഇത് രണ്ടും കൂടി ചേരുന്ന ഒരു പ്രോഡക്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിനകത്ത് ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഇൻഫെക്ഷൻസിൽ നിന്ന് നമുക്ക് നല്ല പ്രിവെൻഷൻ കിട്ടും. അതുപോലെ ഇമ്മ്യൂണിറ്റി നന്നായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്ഫുൾ ആണ്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ മാറിക്കിട്ടാൻ വേണ്ടിയൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഗ്യാസിന്റെ പ്രശ്നം, അസിഡിറ്റി പ്രശ്നം, വയറുവേദന ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നാണ് നമുക്ക് റിലീഫ് കിട്ടുന്നത്. ലാസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അതും വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്, അലോവേരയാണ്. അലോവേര നമുക്ക് ജ്യൂസ് ആയിട്ടും ടാബ്ലറ്റ് ആയിട്ടും ഒക്കെ അവൈലബിൾ ആണ്. ഇതും ഈ പറഞ്ഞ കൂട്ട് ആന്റി വൈറൽ, ആന്റി ബാക്ടീരിയൽ, ആന്റി അലർജിക് പ്രോപ്പർട്ടീസ് ഉള്ള നല്ല ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇത് എടുക്കുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാകാൻ ചാൻസസ് ഉള്ള മറ്റു പല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഈ അലോവേര എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡയബറ്റിക് പീപ്പിളിന് നല്ല ഒരു ആവർത്തനം. ഗ്ലൂക്കോമനൻ എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഷുഗർ ലെവൽസിനെ നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, ഷുഗർ ലെവൽസ് കുറയ്ക്കാൻ വേണ്ടി അലോവേര യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെയാണ് നമുക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമുക്ക് ഡെയിലി ആവശ്യമുള്ള പ്രിവെൻഷൻ ആയിട്ടാണെങ്കിലും അതുപോലെ തെറപ്പിറ്റിക് ആയിട്ടും ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്ട്സ് ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത കുറെ പ്രോഡക്ട്സ്. ഇതിനോടൊപ്പം ഓരോരുത്തരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് മറ്റു പല പ്രോഡക്ട്സും കൂടി സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു അവസരം തന്ന ഗ്രേറ്റ് ലീഡേഴ്സിന് നന്ദിയുണ്ട്. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു മാഡം. ഓക്കെ, താങ്ക് യു വൺസ് മോർ. എന്തായാലും ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വളരെ അത്യാവശ്യമായ ഉൽപ്പന്നങ്ങളെ പറ്റിയാണ് ഇന്ന് മാഡം സംസാരിച്ചത്. എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു സമയം നേരത്തെ പറഞ്ഞ പോലെ പനിയുടെയും ചുവയുടെയും ശ്വാസതടസ്സത്തിന്റെ ഒക്കെ ഒരു സമയമാണ്. കൊറോണയുടെ തന്നെ വേറൊരു വകഭേദം എന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത് വല്ലാതെ സ്പ്രെഡ് ആവുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അതിന് പറ്റിയ നല്ല ഉൽപ്പന്നങ്ങൾ സജസ്റ്റ് ചെയ്ത കൃഷ്ണ മാഡത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. വീണ്ടും മാഡത്തിന്റെ സെഷൻസ് ഒക്കെ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത കുറച്ച് സമയം നമ്മൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. അപ്പൊ അതിന് ഞാൻ ഒരു സ്ക്രീനിന്റെ സഹായം ഒന്ന് എടുക്കുകയാണ്. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. നമ്മളെല്ലാവരും തന്നെ അല്ലെ മോദി കെയർ ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ട് ഉയരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് അല്ലെ. കാരണം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി 100-ലധികം വർഷങ്ങളായി 100-ലധികം രാജ്യങ്ങളിൽ ഒരുപാട് സാധാരണക്കാരായ ആളുകളെ അതീവ സമ്പന്നരാക്കിയിട്ടുള്ള ബിസിനസ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഇതിൽ വന്നിരിക്കുന്നത്.
അതിന് സഹായിക്കുന്ന ധാരാളം ഉൽപ്പന്നങ്ങൾ നമുക്ക് മോദി കേരളമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഷനെ പറ്റിയാണ് നമ്മൾ കേട്ടത്. നമ്മൾ ചർച്ച ചെയ്ത് കൃഷ്ണ മേഡം പറഞ്ഞത് സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ വെൽനസ് മേഖല. അപ്പൊ അതിനോടൊപ്പം തന്നെ മറ്റ് പല കമ്പനികൾക്കും ഇല്ലാത്ത വ്യത്യസ്തമായ ശ്രേണിയിലുള്ള ധാരാളം ഉൽപ്പന്നങ്ങൾ ഏത് തരത്തിലുള്ള കസ്റ്റമേഴ്സിനെയും ടച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്കുണ്ട്. ഇതെല്ലാം നമ്മുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക്, നമ്മുടെ സ്വപ്ന യാത്രയിലേക്ക് നമുക്ക് സഹായിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ ഞാൻ പറയുന്ന ഈ 4 പോയിന്റ്സ് ഞാൻ ചില ട്രെയിനിങ്ങുകളിൽ പങ്കെടുത്തപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ചില ടിപ്സ് ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒരുപക്ഷെ നമ്മളുടെ ടീമിലെ പല ലീഡേഴ്സും കൺസൾട്ടൻസും കേട്ടിട്ടുണ്ടാവും. കേൾക്കാത്ത ആൾക്കാർക്ക് കൂടി വേണ്ടിയായിട്ടാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും സ്ക്രീൻ കാണാം എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിനോടൊപ്പം നന്ദകുമാർ സാറിനോടൊപ്പം തന്നെ നമ്മുടെ പ്രോഗ്രാമിലായിരിക്കുന്ന ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. ചിലരുടെ മുഖങ്ങളൊക്കെ ഇവിടെ കണ്ടു. ലക്ഷ്മി മാഡം ഉണ്ട്, പ്രവീണ മാഡം ഉണ്ട്, സാദി മാഡം, റീന പ്രശാന്ത്, ഇത്രമേരേക്കും ഞാൻ കാണുന്നത്. അപ്പൊ എല്ലാവർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇവിടെ സാധാരണ രീതിയിൽ അതീവ സമ്പന്നരായ ആളുകൾ, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പണവും പ്രശസ്തിയും അംഗീകാരവും കിട്ടുന്ന ആളുകൾ വരുമാനം ഉണ്ടാക്കുന്നത് 4 തരത്തിലാണെന്നാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മളുടെ സ്വന്തം സ്കില്ലിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളെ കഴിവ് ഉപയോഗിച്ച്, നമ്മളെ പ്രതിഭ ഉപയോഗിച്ച്, നമ്മളെ അധ്വാന ശേഷി ഉപയോഗിച്ച് വരുമാനം ഉണ്ടാക്കുന്ന ഒരു മാർഗമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ സ്കില്ലിൽ നിന്നും നമ്മൾ വരുമാനം ഉണ്ടാക്കുന്നു. നമ്മൾ കഴിവ് ഉപയോഗിച്ച് നമ്മൾ വരുമാനം ഉണ്ടാക്കുന്നു. നമ്മൾ സമയം ചെലവഴിച്ച് വരുമാനം ഉണ്ടാക്കുന്നു. ജോലിയിലാണെങ്കിൽ ആ ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നു, അല്ലെ? പല ജോലികളുണ്ട്. കായികമായിട്ട് വരുമാനം ഉണ്ടാക്കുന്ന ജോലികളുണ്ട്, മനസ്സുകൊണ്ട് ചെയ്യുന്ന ജോലികളുണ്ട്, ടെക്നോളജി കൊണ്ട് വരുമാനം ഉണ്ടാക്കുന്ന ജോലികളുണ്ട്. ഇതെല്ലാം തന്നെ നമ്മളെല്ലാവരും സ്വന്തം സ്കില്ല് കൊണ്ട് വരുമാനം ഉണ്ടാക്കുന്ന രീതിയാണ് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപക്ഷെ 90-95% ആളുകളും വരുമാനം ഉണ്ടാക്കുന്ന സ്വന്തം സ്കില്ലിൽ നിന്നാണ്. അപ്പൊ ഇത് വളരെ നല്ല കാര്യമാണെങ്കിലും ഇവിടെ നമുക്കൊരു പ്രശ്നമുള്ളത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏതെങ്കിലും കാരണവശാൽ നമ്മൾ സ്കില്ല് നഷ്ടപ്പെടുമ്പോൾ, പ്രവർത്തിക്കാനുള്ള ഒരു സാധ്യത ഇല്ലാതാവുമ്പോൾ, നമുക്കൊരു അസുഖം പിടിപെട്ടാൽ, അതൊരു ആക്സിഡന്റ് സംഭവിച്ചാൽ, എന്തെങ്കിലും കാരണവശാല് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വരുമാനം 100% ഇല്ലാതാകും. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരും എന്നുള്ളതാണ് സ്വന്തം സ്കില്ലിൽ വരുമാനം ഉണ്ടാക്കുന്ന ആളുകൾക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. ഇവിടെയാണ് നമ്മളെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന് കോൺസെപ്റ്റ് കൊണ്ടുവന്ന പോൾ ഗെറ്റി പറയുന്ന ഒരു കാര്യം, എനിക്ക് എന്റെ മാത്രം 100% അധ്വാനത്തെ ആശ്രയിച്ച് ജീവിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം 100 പേരുടെ ഓരോ ശതമാനത്തെയാണെന്നൊക്കെ അദ്ദേഹം പറയുന്നു. അപ്പോൾ ഭൂരിഭാഗം വരുന്ന ആൾക്കാർ, ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിലെ 90-95% വരുന്ന ആളുകളും വരുമാനം ഉണ്ടാക്കുന്നത് സ്വന്തം സ്കില്ലിൽ നിന്ന് മാത്രമാണ്. ഈ സ്കില്ല് നഷ്ടപ്പെടുമ്പോൾ വരുമാനം ഇല്ലാതാവുന്നു, റിട്ടയർമെന്റിലേക്ക് പോകുമ്പോൾ വരുമാനം കുറയുന്നു. ഇതാണ് ഒന്നാമത്തെ രീതിയിലുള്ള വരുമാനം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ അതിസമ്പന്നരായ ആളുകൾ കൂടുതൽ പണം സമ്പാദിക്കുന്ന രണ്ടാമത്തെ മാർഗം, ഒന്ന് നേരത്തെ പറഞ്ഞ സ്വന്തം സ്കില്ലിൽ നിന്ന് വരുമാനം ഉണ്ടാക്കും. രണ്ടാമതായിട്ട് അവർ ഒരുപാട് സ്റ്റാഫുകളെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെ? അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നിരവധിയായിട്ടുള്ള സ്റ്റാഫുകൾ, ജോലിക്കാർ അല്ലെങ്കിൽ എംപ്ലോയീസ് അവർക്കുണ്ടാവും. അപ്പൊ അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച്, അല്ലെ, അങ്ങനെ ഒരുപാട് ആളുകളുടെ അധ്വാനത്തിൽ നിന്ന് ഇവർക്ക് വരുമാനം കിട്ടുന്നു. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കോടീശ്വരന്മാരായ ആളുകളെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോ ടാറ്റയെയോ അല്ലെങ്കിൽ അംബാനിയെയോ അതേമാതിരി തന്നെയുള്ള വലിയ കോടീശ്വരന്മാരെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന, അല്ലെ, ലക്ഷക്കണക്കിന് സ്റ്റാഫ് എംപ്ലോയീസ് അവർക്കുണ്ട്. അപ്പൊ അതേസമയം സാധാരണക്കാരനായ വ്യക്തിയോട് നമ്മൾ ചോദിക്കുകയാണ്, താങ്കൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന എത്ര സ്റ്റാഫ് ഉണ്ട്, എത്ര എംപ്ലോയീസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആരും തന്നെ ഉണ്ടാവില്ല. അവനവൻ തന്നെയായും അവന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. അത് ഒട്ടും സുരക്ഷിതമല്ല എന്നാണ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ വരുമാന രീതി എന്ന് പറയുന്നത് അവരുടെ സ്റ്റാഫുകളിൽ നിന്നും അവർക്ക് വരുമാനം കിട്ടുന്നു, അതീവ സമ്പന്നരായ ആളുകൾക്ക്. ഇനി മൂന്നാമത് പറയുന്നതാണ് അവരുടെ ഓർഗനൈസേഷൻസ്, അവരുടെ സ്ഥാപനങ്ങൾ, അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എന്തും സ്കെയിലപ്പ് നടക്കുമ്പോഴാണ്, അല്ലെങ്കിൽ സ്കെയിലബിൾ മോഡലിലുള്ള ബിസിനസ്സുകളിലാണ് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, സ്വന്തമായിട്ട് ഒരു സ്ഥലത്ത് ഒരു ഷോപ്പ് നടത്തി, അല്ലെങ്കിൽ ഒരു ടീ ഷോപ്പ് നടത്തി, അല്ലെങ്കിൽ ഒരു പ്രൊവിഷൻ ഷോപ്പ് നടത്തി കോടീശ്വരന്മാരായ ആളുകളോ ലോകപ്രശസ്തരായ ആളുകളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. ചെറുതായിട്ട് തുടങ്ങുന്ന ഇതേ സ്ഥാപനങ്ങളുടെ ബ്രാഞ്ചുകൾ കൂടുതൽ സ്റ്റാർട്ട് ചെയ്ത് പല സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിച്ച് ആ രീതിയിൽ കോടീശ്വരന്മാരായ ധാരാളം ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിസമ്പന്നരായ ആളുകൾ
ചെയ്യുന്ന മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് അവരുടെ സ്ഥാപനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ മാക്ഡൊണാൾഡ് റെസ്റ്റോറന്റ്, നമ്മുടെ നാട്ടിലെ സിമിലർ ആയിട്ടുള്ള കാര്യം പറഞ്ഞ ബെസ്റ്റ് ബേക്കേഴ്സ്, അല്ലെങ്കിൽ ഭാരത് പെട്രോളിയം, ഇതെല്ലാം തന്നെ സ്കെയിലപ്പ് എന്ന് പറയുന്ന മോഡലിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾസ് ആണ്. അപ്പൊ അതേപോലെ ബാറ്റ ഷോറൂമുകൾ, ഇതെല്ലാം തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ധാരാളം സ്ഥാപനങ്ങൾ വരുന്നതിന്റെ എക്സാമ്പിളാണ്. അപ്പൊ മൂന്നാമത് അതീവ സമ്പന്നരായ ആളുകൾ വരുമാനം ഉണ്ടാക്കുന്നത് നേരത്തെ പറഞ്ഞ അവരുടെ ഷോപ്പുകളിലൂടെ, സ്ഥാപനങ്ങളിലൂടെയാണ്. ഇനി നാലാമതായിട്ട് അതീവ സമ്പന്നരായ ആളുകൾ പണം ഉണ്ടാക്കുന്നത് അവർ സൃഷ്ടിച്ച ആസ്തികൾ, അല്ലെ, അവർ സൃഷ്ടിച്ച ആസ്തികളിൽ നിന്ന് അവർക്ക് വരുമാനം കിട്ടുന്നു. ഒരുപക്ഷെ അത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആകാം, അല്ലെങ്കിൽ ഷെയറിലോ ഇക്വിറ്റിയിലൊക്കെ അവർ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റു വലിയ പ്രോജക്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത്തരത്തില് അവർക്ക് വലിയ വലിയ വരുമാനം കിട്ടുന്നു. പണത്തെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ എല്ലാം നമ്മുടെ ESBI, നമ്മുടെ റോബർട്ട് കിയോസാക്കിയുടെ ESBI ഫോർമുല എല്ലാം ഇവിടെ കണക്റ്റഡ് ആകുന്നുണ്ട്. ഇത്തരത്തില് 4 രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്ന ആളുകളാണ് അതീവ സമ്പന്നരായ ആളുകൾ, ഏറ്റവും കൂടുതൽ അംഗീകാരം കിട്ടുന്നവര്, പ്രശസ്തരായ ആളുകൾ, ലൈഫ് മുഴുവൻ എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ആളുകൾ എല്ലാവരും ഈ 4 തരത്തിലാണെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മളത് പറയുമ്പോൾ നമ്മളായിരിക്കുന്ന നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റിയും അല്ലെങ്കിൽ മോദിക്കറുമായിട്ട് ഇതിനുള്ള ബന്ധം എന്താണ്? സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള വരുമാനങ്ങൾ സൃഷ്ടിക്കാൻ സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് ഇത്തരത്തില് 4 രീതിയിൽ വരുമാനം സൃഷ്ടിക്കാനാണ് സാധിക്കുമോ? സാധിക്കാറില്ല. കാരണം സ്ഥാപനങ്ങൾ തുടങ്ങുന്ന ലക്ഷങ്ങളിലേക്ക് കോടികൾ ഇൻവെസ്റ്റ്മെന്റ് വേണം. സ്റ്റാഫുകളെ നിയമിക്കണം, അവർക്ക് എന്ത് വേണം? അവരുടെ ശമ്പളം കൊടുക്കണം, കോമ്പറ്റീഷൻ വരും, സ്റ്റാഫിന്റെ പ്രശ്നങ്ങൾ വരും, മറ്റ് ടാക്സ് സംബന്ധിത തലവേദനകൾ വരും, കോമ്പറ്റീഷൻ വരും. അതുകൊണ്ട് തന്നെ 4 തരത്തിൽ വരുമാനം ഉണ്ടാക്കുന്നവരാണ് അതീവ സമ്പന്നരെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും സാധാരണ രീതിയിൽ ഇത് ഭൂരിഭാഗം വരുന്ന ആൾക്കാർക്കും ഇത്രയും കാലം വരെ സാധ്യമല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് സർവേശ്വരന് നന്ദി പറയാം. കാരണം ബിസിനസിന്റെ രീതികൾ മാറി, ബിസിനസിന്റെ നിയമങ്ങളെല്ലാം മാറി. ഇന്നിപ്പോ ഏതൊരു സാധാരണക്കാരന് പോലും ഇത്തരത്തിലുള്ള 4 രീതിയിൽ വരുമാനം ഉണ്ടാക്കാനുള്ള മഹത്തായ ഒരു അവസരമായിട്ടാണ് മോദി കെയർ നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്യാം. എങ്ങനെയാണ് മോദി കെയറിൽ പ്രവർത്തിക്കുന്ന, ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന, സ്വപ്നത്തോടുകൂടി പ്രവർത്തിക്കുന്ന, ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന, ഇതിനെ പ്രാധാന്യം കൊടുത്ത് പ്രവർത്തിക്കുന്ന, ഇതിൽ ഫോക്കസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഇത്തരത്തില് 4 രീതിയിൽ വരുമാനം കിട്ടുന്നുണ്ട്. നമുക്കറിയാം, ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഒന്ന്, മോദി കെയർ ബിസിനസ്സിൽ നമുക്ക് മോദി കെയർ നൽകിയിരിക്കുന്ന അവകാശം അല്ലെങ്കിൽ അവസരം നമുക്കറിയാം. മോദി കെയർ ഇറക്കിയിട്ടുള്ളതും ഇറക്കാൻ പോകുന്നതുമായ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ഓൾ ഇന്ത്യ ഡിസ്ട്രിബ്യൂഷനാണ് കമ്പനി നമുക്ക് തന്നിരിക്കുന്നത്. ശരിയല്ലേ ഞാൻ പറയുന്നത്? ഇപ്പോ എന്റെ അറിവ് ശരിയാണെങ്കിൽ നമ്മുടെ ലീഡേഴ്സിനൊക്കെ അറിയാം, ഏതാനും മാസങ്ങൾക്കുള്ളിൽ ധാരാളം പുതിയ ഉൽപ്പന്നങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ടപ്പർ വെയർ പോലെയുള്ള കമ്പനികളുടെ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ്, ഹെർബൽ ലൈഫ് പോലെയുള്ള കമ്പനികളുടെ വെയിറ്റ് മാനേജ്മെന്റ് ഉൽപ്പന്നങ്ങൾ, ഇങ്ങനെ നിരവധിയായ ഉൽപ്പന്നങ്ങളാണ് മോദി കെയറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, നമ്മൾ ഇന്ത്യയിലെ പല മൾട്ടിനാഷണൽ എയർ സെല്ലിംഗ് കമ്പനികളും 1-2 ഉൽപ്പന്നങ്ങളുടെ ശ്രേണിയിൽ മാത്രം ഫോക്കസ് ചെയ്ത് ബിസിനസ് ചെയ്യുമ്പോൾ അവയെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് മോദി കെയർ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വളരെയധികം അഭിമാനിക്കാം. നമ്മുടെ റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് കൂടിക്കൊണ്ടിരിക്കണം. നമ്മളെ ഒരു സൂപ്പർ മാർക്കറ്റ് ആണ്, അല്ലെങ്കിൽ എന്താണ്, അല്ലെ, എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. അതിനുവേണ്ടി മറ്റു കമ്പനികളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സമീർ മോദിയുടെ ഫോർച്യൂൺ 500 കമ്പനികളിൽ ഒന്നാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ധാരാളം ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തില് നമുക്ക് മോദി കെയറിന്റെ ഉൽപ്പന്നങ്ങൾ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത്, നല്ല രീതിയിൽ റീറ്റെയിൽ ചെയ്ത്, അത് ഓൺലൈനായും ഓഫ്ലൈനായും, അല്ലെ, മൈ മോദി കെയർ ഷോപ്പ് പോലെയുള്ള ടെക്നോളജി ഉപയോഗിച്ചുള്ള ആമസോൺ അല്ലെ ഫ്ലിപ്കാർട്ട് പോലെയുള്ള രീതിയിൽ നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മുടെ സ്കില്ല് ഉപയോഗിച്ച്, നമ്മുടെ പ്രതിഭ ഉപയോഗിച്ച്, നമ്മുടെ കഴിവ് ഉപയോഗിച്ച് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ മോദി കെയറിലൂടെ നമുക്ക് സാധിക്കും, അല്ലെ. അപ്പൊ അങ്ങനെ ഇത് നമുക്ക് സംഭവിക്കുന്നത്, നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. രണ്ടാമത് എന്താണ്, മോദി കെയറിൽ വാസ്തവത്തിൽ നമ്മുടെ കൂടെ ജോയിൻ ആകുന്ന, അല്ലെ, ഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ജോയിൻ ആകുന്ന ഓരോ വ്യക്തികളും, ഓരോ കൺസൾട്ടൻസ്, ഓരോ ലീഡേഴ്സും വാസ്തവത്തിൽ നമ്മുടെ സ്റ്റാഫ് അല്ലെങ്കിൽ പോലും, നമ്മൾ അവർക്ക് ശമ്പളം കൊടുക്കുന്നില്ലെങ്കിൽ പോലും വാസ്തവത്തിൽ അവരെല്ലാവരും നമ്മുടെ സ്റ്റാഫിനെ പോലെ ആയി മാറുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത, അല്ലെ. ഓരോരുത്തർ ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്, ഓരോരുത്തരും എന്റർപ്രണേഴ്സ് ആണെങ്കിൽ പോലും
അവരെല്ലാവരും പ്രവർത്തിക്കുന്നത് അവർക്ക് വേണ്ടിയാണെങ്കിൽ പോലും അവർ ഈ ബിസിനസ്സിൽ വരുന്നതിന് വേണ്ടി ഒരു നിമിത്തമായി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവരെല്ലാവരും നമ്മുടെ സ്റ്റാഫിനെ പോലെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഒരു രസകരമായ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുമ്പോൾ പല ജോലിക്കാരും അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ എടുക്കാറില്ല. എന്താ കാരണം? ഫുൾ പൊട്ടൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ലിമിറ്റഡ് ഇൻകം ആണ്, ലിമിറ്റഡ് സാലറി ആണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഭൂരിഭാഗം വരുന്ന ആൾക്കാരും ശരിയായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാറില്ല. ശരിയല്ലേ? കാരണം ശമ്പളം അവർക്ക് കിട്ടുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. മോദി കെയറിൽ അങ്ങനെയല്ല. നമ്മളെ കൊണ്ടുവന്ന നമ്മൾ അപ്ലയൻസിനേക്കാൾ കൂടുതൽ വരുമാനം വാങ്ങിക്കാൻ സാധിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മൾ വഴി ഇതിലേക്ക് വരുന്ന ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന ആളുകൾ നമ്മളെക്കാൾ വലിയ രീതിയിൽ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അത് വളരെയധികം അല്ലെ ഗുണമുള്ള കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. ശരിയാണോ അല്ലേ? കാരണം ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുന്നുണ്ടെങ്കിൽ പലപ്പോഴും എന്റെ ലൈൻ ഓഫ് സ്പോൺസേഴ്സിൽ വരുന്ന ലീഡേഴ്സിനേക്കാൾ കൂടുതൽ സമയം മോദി കെയറിന് വേണ്ടി ചെലവഴിക്കാൻ സാധിച്ചുകൊണ്ട് പലപ്പോഴും അവരെക്കാൾ കൂടുതൽ വരുമാനം അവർ സ്നേഹത്തോടും അല്ലെ അവർ സന്തോഷത്തോടും എനിക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും അങ്ങനെ തന്നെ സാധിക്കുന്നുണ്ട്. അതേസമയം എന്റെ കൂടെ വന്ന പല വ്യക്തികളും എന്നെക്കാൾ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്ത് പലപ്പോഴും എന്നെക്കാൾ കൂടുതൽ വരുമാനം വാങ്ങിച്ചിരിക്കുന്ന അവസരങ്ങളുണ്ട്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കൂടെ വരുന്ന അല്ലെ നമ്മൾ നേരിട്ട് അല്ലാതെയോ കൊണ്ടുവരുന്ന കൺസൾട്ടൻസ് ലീഡേഴ്സ് നമ്മുടെ സ്റ്റാഫിനെ പോലെ ആയി മാറുന്നു. അവര് പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനവും നമുക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലൂടെ കിട്ടുന്നുണ്ട്. ശരിയല്ലേ? മൂന്നാമത് എന്താണ് നമ്മുടെ ഓർഗനൈസേഷൻസ്? മോദി കെയറിൽ ഓരോ ദിവസവും അല്ലെ ഇന്ത്യ മഹാരാജ്യത്ത് ഓപ്പണായി വരുന്ന മോദി കെയർ ലൈഫ് സ്റ്റൈൽ സെന്റേഴ്സും അല്ലെ മോദി കെയർ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സും ആർക്ക് വേണ്ടിയുള്ളതാണ്? ആർക്ക് വേണ്ടിയുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം അതെല്ലാം നമുക്ക് വേണ്ടിയുള്ള നമ്മുടെ സ്ഥാപനങ്ങളാണ്. മോദി കെയറിന്റെ ഓരോ ലൈഫ് സ്റ്റൈൽ സെന്റേഴ്സും സക്സസ് സെന്റേഴ്സും ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സും ഇതെല്ലാം വാസ്തവത്തില് നമ്മുടെ തന്നെ സ്ഥാപനങ്ങളാണ്. ശരിയല്ലേ? ചിന്തിക്കാം. അപ്പോൾ നോർമൽ രീതിയിൽ ഇതേമാതിരിയുള്ള സ്ഥാപനങ്ങൾ പല സ്ഥലങ്ങളിൽ നമുക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ലക്ഷങ്ങളുടെയോ കോടികളുടെയോ ഇൻവെസ്റ്റ്മെന്റ് വേണം അല്ലെ? പക്ഷെ ഇവിടെയാണെങ്കിലോ അല്ലെ നമ്മുടെ ആരാധനായ MD അദ്ദേഹത്തിന് ദൈവാനുഗ്രഹത്താല് സമ്പത്തിന്റെ പഞ്ഞൊന്നുമില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവൻ നമുക്ക് വേണ്ടി സ്ഥാപനങ്ങൾ തുടങ്ങി അദ്ദേഹം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെ? അപ്പൊ അത് ഈ ഒരു ബിസിനസ്സിന് മാത്രം പ്രത്യേകതയാണ്. വാസ്തവത്തില് നമ്മുടെ സമൂഹത്തിലുള്ള ഭൂരിഭാഗം വരുന്ന ആളുകളും ഇന്നും മോദി കെയറിനെ പറ്റി മനസ്സിലാക്കിയിരിക്കുന്നത് നാട്ടിലെ പെട്ടിക്കട പോലെയുള്ള ഒരു ബിസിനസ് ആയിട്ടാണ് പല ആൾക്കാരും ഇന്ന് മോദി കെയറിനെ കാണുന്നത്. കാരണം എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ആരും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ കോടികൾ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ നടക്കുന്നുണ്ട്, നടത്തിയിട്ടുണ്ടെന്നുള്ള സത്യം അവർ അറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇതിലേക്ക് ബിസിനസ്സിലേക്ക് വരുന്ന പല ആളുകളും ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് നിർത്തി പോകുന്നതും. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം വളരെ ഈസി ആയിട്ട് തുടങ്ങാവുന്നതും വളരെ ഈസി ആയിട്ട് അവസാനിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു ബിസിനസ്സാണ് മോദി കെയർ. കാരണം നമുക്ക് ജോയിൻ ചെയ്യാൻ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ല, നിർത്തി പോകുമ്പോഴും നമ്മുടെ കൈകളിൽ നിന്ന് പണവും നഷ്ടപ്പെടുന്നില്ല. അപ്പൊ അത് ഞാനിവിടെ പറയാനുള്ള കാരണം ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് ആയതുകൊണ്ട് തന്നെ പുതിയ ആളുകളെ കണ്ടെത്തുന്നതിനും റിക്രൂട്ട് ചെയ്യുന്നതിനും അവരെ ട്രെയിൻ ചെയ്യുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ എല്ലാ കാലവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം. കാരണം എല്ലാ മേഖലകളിലും എല്ലാ ബിസിനസ്സും എല്ലാ കാലവും എല്ലാവരും സ്ഥിരമായിട്ട് ചെയ്യാറില്ല. ഓരോതരം ജോലി തന്നെ ചെയ്യുന്ന ആൾക്കാരില്ല അല്ലെ? കുറച്ചു കാലം ഒരു ജോലി ചെയ്ത് ആ ജോലി മതിയാക്കി വേറെ ജോലിയിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്, വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്, ജോലി ചെയ്ത് പിന്നീട് ബിസിനസ്സിലേക്ക് മാറുന്ന ആൾക്കാരുണ്ട്, ബിസിനസ്സിൽ പരാജയപ്പെട്ട് വീണ്ടും ജോലിയിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്. എന്ന് പറയുന്ന പോലെ ആളുകൾ തീരുമാനങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. എന്ന പോലെ തന്നെ നമ്മുടെ ബിസിനസ്സിലും അല്ലെ ചില ആളുകൾ സ്ലോ ആകാം, ചില ആളുകൾ വേറെ മേഖലകളിലേക്ക് പോകാം. അതേസമയം ഈ മേഖല ഇഷ്ടപ്പെടുന്ന ആളുകൾ ശക്തമായിട്ട് പ്രവർത്തിച്ച് നല്ല വരുമാനം ഉണ്ടാക്കുന്നതും അവർ ലക്ഷറിയസ് കാറുകളിൽ സഞ്ചരിക്കുന്നതും എല്ലാ വർഷവും വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതെല്ലാം നമ്മൾ കാണുന്നുണ്ട്, നമുക്ക് മുമ്പ് തെളിവിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ സമീർ മോദി സാറ് നമുക്ക് വേണ്ടി ലക്ഷങ്ങളും കോടികളും മുടക്കി അല്ലെ? എന്റെ അറിവ് ശരിയാണെങ്കിൽ ഡൽഹിയിലുള്ള വെയർ ഹൗസിന് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് അദ്ദേഹം മുടക്കിയിരിക്കുന്നത്. ആ വീഡിയോ കണ്ട പല ലീഡേഴ്സ് ഈ പ്രോഗ്രാമിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടുത്തെ സംവിധാനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോലും അത്ഭുതപ്പെടും. അത്രയ്ക്ക് വിപുലമായിട്ടുള്ള ഒരു വെയർ ഹൗസ് ആണ് അദ്ദേഹം വർദ്ധിച്ചു വരുന്ന ഉൽപ്പന്നങ്ങള് കൺസൾട്ടൻസിനെ എത്തിക്കുന്നതിന് വേണ്ടി ഇപ്പോഴേ തന്നെ പ്ലാൻ ചെയ്ത് കോടിക്കണക്കിന് രൂപ അദ്ദേഹം മുടക്കിയിട്ടുള്ളത്. ശരിയല്ല ഞാൻ പറഞ്ഞത്? അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഓർഗനൈസേഷൻ സമീർ മോദി സാറിന്റെ എല്ലാ
ഷോപ്പുകൾ നമ്മുടെ ഷോപ്പായിട്ട് മാറുന്നു. പക്ഷെ ഇതെല്ലാം ഉപയോഗിക്കുന്നതിനും ഇതെല്ലാം നമ്മുടേതാണെന്ന് വിശ്വസിക്കുന്നതിനും അത്തരത്തിലുള്ള പ്രൗഢിയോടുകൂടി ബിസിനസ് ചെയ്യുന്നതിനുള്ള ആ ഒരു സ്റ്റൈലിലേക്ക്, ആ ഒരു കോൺഫിഡൻസിലേക്ക്, ആ ഒരു ആത്മവിശ്വാസത്തിലേക്ക് നമ്മൾ ഓരോരുത്തർ എത്തണം എന്നുള്ളതാണ് ഇവിടെ എനിക്ക് മെൻഷൻ ചെയ്യാനുള്ള. അത്തരത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഈ പ്രോഗ്രാമിൽ ആയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മൾ ഓർഗനൈസേഷന്റെ കാര്യം പറഞ്ഞു. ലാസ്റ്റ് എന്താണ്, നമ്മൾ ബിസിനസ്സിലൂടെ ക്രിയേറ്റ് ചെയ്യുന്ന എക്സ്ട്രാ വരുമാനം, ആ വരുമാനം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാം. അങ്ങനെ നമ്മുടെ ആസ്തികളിൽ നിന്ന് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. എന്നെ സംബന്ധിച്ച് പറയുന്നുണ്ടെങ്കിൽ മോദി കേരളം വരുന്നതിന് മുമ്പ് ഞാൻ സാധാരണ ഒരു എംപ്ലോയി ആയിരുന്നു. എളമക്കര എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തില് 2 വീലർ കയറുന്ന വഴിയിൽ ഒരു ഓടിട്ട വീട് മാത്രമാണ് എനിക്കുണ്ടായിരുന്നത്. മോദി കേരളം വരുമ്പോൾ എനിക്കുണ്ടായിരുന്നത് ഏതാണ്ട് ഒരു 4000 രൂപ വില വരുന്ന ഒരു വിജയ് സൂപ്പർ എന്ന് പറയുന്ന ഒരു സ്കൂട്ടർ മാത്രമായിരുന്നു. എന്റെ മാരേജിന്റെ ടൈമിലും എനിക്കുണ്ടായിരുന്ന ആ 2 വീലർ മാത്രമായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് മോദിക്കർ അവസരത്തിലേക്ക് ഞാൻ ക്ഷണിക്കപ്പെട്ടത്. ഇന്ന് ഈ മോദിക്കർ ബിസിനസ്സിൽ ഇന്നിപ്പോ നമ്മൾ ഈ പ്രോഗ്രാമിലുള്ള നന്ദോമ സാറിനെയും ഷാജു സാറിനെയും മറ്റ് ഒരുപാട് ലീഡേഴ്സ്, എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല, അവരെ പോലെ തന്നെ എനിക്കും ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചു. ഇന്ന് എനിക്ക് എന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു. ഞാൻ ഇന്നിങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് മോദിക്കൽ വന്നുകൊണ്ട് മാത്രമാണ്. ആ ഒരു പേഴ്സണൽ ഗ്രോത്ത് എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. സ്വപ്നം കാണാൻ പഠിച്ചു. നല്ല രീതിയിൽ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കുന്നു, വേദിയിൽ സംസാരിക്കാൻ സാധിക്കുന്നു. പല രീതിയിലും സ്കില്ല് എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. മറ്റു ലീഡേഴ്സിനെ പോലെ തന്നെ, ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മറ്റു ലീഡേഴ്സിനെ പോലെ തന്നെ. അതേപോലെ തന്നെ എനിക്ക് ധാരാളം നല്ലവരായിട്ടുള്ള ടീംമേറ്റ്സ് ഉണ്ട്. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലുണ്ട്. അവരെല്ലാവരും അവർക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും അവരെല്ലാവരും അല്ലെ നമ്മൾ എല്ലാ ലീഡേഴ്സും സ്റ്റാഫിനെ പോലെ വർക്ക് ചെയ്യുന്നു. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സ് നമ്മുടെ സ്ഥാപനങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, മോദിക്കർ ആർമി സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നത് ഒരു ചെറിയ ഒരു വീട് മാത്രമായിരുന്നു. ഇന്നിപ്പോ എനിക്ക് വീടുകളുണ്ട്. അവിടെ നിന്ന് എനിക്ക് റെന്റ് കിട്ടുന്നുണ്ട്. പല രീതിയിലുള്ള അസറ്റ്സുകൾ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊന്നും എന്റെ മിടുക്കൊണ്ടല്ല. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഏതൊരു പൊട്ടനെയും പൊട്ടൻഷ്യൻ ആക്കുന്ന, ഏതൊരു മണ്ടനെയും ഡയമണ്ട് ആക്കുന്ന, ഏതൊരു ഓർഡിനറി ആയ ആളെയും എക്സ്ട്രാ ഓർഡിനറി ആക്കുന്ന, ഏതൊരു സീറോ ആയ ആളെയും ഹീറോ ആക്കുന്ന വണ്ടർഫുൾ ബിസിനസ് ആണ് മോദി കെയർ. അപ്പൊ ഇത്തരത്തിൽ ലോകത്തിലെ അതീവ സമ്പന്നരായ ആളുകൾ വരുമാനം ഉണ്ടാക്കുന്ന 4 രീതികളും മോദി കെയറിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. നമ്മൾ വന്നിരിക്കുന്നത് ശരിയായ സ്ഥലത്താണ്, ശരിയായ ആളുകളോടൊപ്പം തന്നെയാണ്, വളരെയധികം സാധ്യതയുള്ള ഒരു മേഖലയിലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സമയത്തിന്റെ പോരായ്മ നിർത്തുന്നു, ശക്തമായിട്ട് മുന്നോട്ട് പോവുക. പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും എല്ലാം വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായിട്ട് മാറട്ടെ. ശക്തമായ ഒരു വിജയം എല്ലാവർക്കും ആശംസിക്കുന്നതിനോടൊപ്പം ഈ ഓണക്കാലത്ത് മായരഹിതമായ, വിഷമില്ലാത്ത നമ്മുടെ ഉൽപ്പന്നങ്ങൾ, നമ്മുടെ ശുദ്ധമായ പശുവിന്റെയും നമ്മുടെ റൈസ് ബ്രാൻ ഓയിലും മായമില്ലാത്ത മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇങ്ങനെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും പാസ്തയെല്ലാം പ്രൊമോട്ട് ചെയ്ത് വിഷരഹിതമായ ഒരു ഓണം നമുക്ക് ആഘോഷിക്കാം. മറ്റുള്ളവർക്ക് തന്നെ അവസരം ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി. താങ്ക് യു സോ മച്ച്. ജയ് മോദിക്കർ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ ജോളി, സൂപ്പർ ആയിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഇന്ന് അല്ലേ കൃഷ്ണ വളരെ ഭംഗിയായിട്ട്, അതായത് എനിക്ക് തോന്നുന്നു മെഡിക്കൽ കോളേജിലൊക്കെ പ്രൊഫസർ ക്ലാസ് എടുക്കുന്ന സ്റ്റൈലായിരുന്നു അത്. വളരെ ഭംഗിയായി, സിമ്പിളായിട്ട് ഏത് വ്യക്തിക്കും മനസ്സിലാക്കാവുന്ന രൂപത്തില്, എല്ലാവർക്കും പഠിക്കാവുന്ന രൂപത്തിലുള്ളൊരു, അതൊരു ട്രെയിനിങ്ങോ അല്ലെങ്കിൽ മീറ്റിങ്ങോ അല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റഡി ക്ലാസ് തന്നെയായിരുന്നു. ഒരു കാര്യവും കൂടി ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു എനിക്ക് തോന്നുന്നു. ഈ പറയുന്ന ഓരോ പ്രൊഡക്റ്റും അത് എത്ര അളവ് വീതം എപ്പോൾ കഴിക്കണം എന്നും കൂടി പറഞ്ഞാൽ കുറച്ചും കൂടി സഹായകമായിരിക്കും ആൾക്കാർക്ക്. അല്ലെ, ഓരോ ടാബ്ലറ്റ് ആണെങ്കിൽ ഇന്ന ടാബ്ലറ്റ് ഭക്ഷാഹാരത്തിന് ശേഷമോ അതിന് മുൻപോ കഴിക്കണം എന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറേം കൂടി എഫക്റ്റീവ് ആയിട്ട് അവർക്ക് പ്രയോജനപ്പെടും. അതും കൂടി ഒന്ന് കൃഷ്ണ ഇനി അടുത്ത മീറ്റിംഗ് തൊട്ട് കൂട്ടിച്ചേർക്കണം എന്നൊരു റിക്വസ്റ്റ് എനിക്കുണ്ട്, ഒരു സജഷൻ എനിക്കുണ്ട്. അതേപോലെ നമ്മളുടെ ജോളി സേവിയർ അല്ലേ, സൂപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഏത് ബിസിനസ് ചെയ്താലും ഇല്ലേ വരുന്ന സമയത്ത് പണം മുടക്കിയേ പറ്റൂ. പണം മുടക്കാതെ ഒരു ബിസിനസ്സും ഇല്ല. പക്ഷെ നമ്മൾ നിർത്തിപ്പോയി കഴിഞ്ഞാല് വിജയിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ ആ പണം നിലനിൽക്കും, ലാഭം നമുക്ക് കിട്ടും. പക്ഷെ പരാജയപ്പെടുകയാണെങ്കിൽ, വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ, അതായത് ഉദ്ദേശിച്ച പോലെ പ്രോഗ്രസ് ഇല്ലാത്തത് കൊണ്ടാണ് വേണ്ടാന്ന് വെക്കുന്നതെങ്കിൽ പണം മുഴുവൻ നഷ്ടപ്പെട്ടു. പക്ഷെ മോദിക്കാരന്റെ പ്രത്യേകത, ഇവിടെ നമ്മൾ വരുന്നതിനും പണം വേണ്ട, പോകാനും പണം മുടക്കില്ല. അതായത് വരാനും പണം മുടക്കില്ല, പോരാനും
നിർത്താനും പണം മുടക്കില്ല. ഇതാണ് ഏറ്റവും എനിക്ക് ശ്രദ്ധേയമായിട്ടുള്ള പോയിന്റ്. അതൊരു പുതിയൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി. നല്ലതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ കൃഷ്ണയാണെങ്കിലും അല്ലെ നമ്മളുടെ ജോളി സേവ്യറാണെങ്കിലും മോദി കെയറിനെ കുറിച്ചും മോദി കെയറിൽ വിജയിക്കാൻ സഹായകമാകുന്ന ഇത്രയും നല്ല നല്ല പോയിന്റ്സ് ഇത്രയും പ്രഗത്ഭര ആ രീതിയിൽ അവതരിപ്പിച്ചത് ഒരു സംശയമില്ല. അത് ടൈഗേഴ്സ് ഇന്റർനാഷണൽ ഗ്രൂപ്പില് അല്ലെ വന്നതിന് ശേഷം സ്വയം ആർജിച്ചെടുത്തതാണ്. അതായത് സ്വയം ആർജിതം എന്നർത്ഥം. സ്വമേധയ അല്ലേ, പാദം ശിഷ്യ സ്വമേധയ എന്ന് പറയും. സ്വയം ആർജിച്ചെടുത്ത ഒരു സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ കൃഷ്ണയ്ക്കും അതേപോലെ തന്നെ ജോളിക്കും അതേപോലെ ഇത് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഇനിയും കൂടുതൽ കൂടുതൽ ഔന്നത്യങ്ങളിൽ എത്തുവാനായിട്ട് ഈശ്വരൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തൽക്കാലം പിരിയാം. വീണ്ടും നമുക്ക് കാണാം. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ് ആൻഡ് ജയ് മോദി കെയർ. Thank you, sir. താങ്ക് യു. താങ്ക് യു. Thank you. Thank you all. Great leaders. താങ്ക് യു. താങ്ക് യു. താങ്ക് യു ഓൾ.